പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്ന് പോലീസ് നിഗമനം. മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തുവിന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തി. ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 6000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസും ഈടാക്കിയിരുന്നു. വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം. ബാക്കി തുക വൻകിട കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കുറെ പേർക്ക് സാധനങ്ങൾ നൽകി. ശേഷിക്കുന്നവരുടെ പണമാണ് നഷ്ടമായത്. നിലവിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. 2000 പരാതികളാണ് ഈ ജില്ലയിൽ നിന്നും ലഭിച്ചത്. ഇടുക്കിയിൽ 600-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 8 കേസുകൾ എടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം 700 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് നിഗമനം. പാലക്കാട്ടും 11 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 5564 പേരും എറണാകുളം പറവൂരിൽ 2000 പേരും ഗുണഭോക്തൃ വിഹിതം അടച്ച് കാത്തിരിക്കുകയാണ്. ഇവരും പരാതി കൊടുക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റുകളിലും സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് വിവരം. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ മൂവാറ്റുപുഴ കോടതി നാളെ പരിഗണിക്കും. ഓരോ ജില്ലയിലെയും ചെറുകിട സന്നദ്ധ സംഘടനകളെ അംഗങ്ങളാക്കിയാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന പേരിൽ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു അനന്തകൃഷ്ണന്റെ തട്ടിപ്പ്. രജിസ്ട്രേഷന് വേഗം പോരായെന്ന് കണ്ട് 62 സീഡ് സൊസൈറ്റികളും രൂപീകരിച്ചു. പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ സൊസൈറ്റി അംഗത്വം ഉറപ്പാക്കി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NGOയുടെ പേരിലും പണപ്പിരിവ് നടത്തി. തട്ടിപ്പ് മനസ്സിലായതോടെ ഇതിന്റെ അധികൃതർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പരാതികൾ ശക്തമായതോടെ അറസ്റ്റ് പ്രതീക്ഷിച്ച അനന്തകൃഷ്ണൻ സ്വന്തം രൂപമടക്കം മാറ്റിയിരുന്നു. തല മൊട്ടയടിച്ചു, മീശ വടിച്ചു. പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ നേരിൽ കണ്ട പ്രൊമോട്ടർമാർക്ക് പോലും എളുപ്പം തിരിച്ചറിയുവാനും കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.